ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ ലേബർ കോർട്ടിൽ നിന്നും സീനിയർ ഓഫീസർ, അതായത് നമ്മുടെ വർഷയുടെ അച്ഛൻ വീട്ടിലേക്ക് വരികയാണ്. ഭയങ്കര സങ്കടത്തോടെയാണ് വരുന്നത്. അപ്പോൾ ഭാര്യ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തായി, നമ്മൾ കേസ് ജയിച്ചോ? രവീന്ദ്രനെ എല്ലാവരും കളിയാക്കിയോ? എന്തായി, ജഡ്ജി നമ്മുടെ സൈഡ് തന്നെയായിരുന്നില്ലേ നിന്നിട്ടുണ്ടായിരുന്നത്? എന്തായി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സീനിയർ ഓഫീസർ, അതായത് വർഷയുടെ അച്ഛനൊന്നും തന്നെ മിണ്ടുന്നില്ല. ഇങ്ങനെ തല താഴ്ത്തി നല്ല സങ്കടത്തോടെ നിൽക്കുകയാണ്. നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് പറ, വാ തുറന്ന് പറ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയാണ്, നമ്മൾ കേസ് തോറ്റു, അത് മാത്രമല്ല അയാളുടെ എല്ലാ പെൻഷനും ഇതുവരെ പിടിച്ചു വെച്ചിട്ടുള്ള എല്ലാ പെൻഷനും കൊടുക്കണമെന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഭാര്യ പറയുകയാണ്, അത് പെൻഷൻ കൊടുക്കണം എന്നല്ലേ പറഞ്ഞോളൂ, എന്തായാലും ഇത്രയും നാൾ നമുക്ക് പൈസ പിടിച്ചു വെക്കാൻ പറ്റുമല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, പിടിച്ചു വെക്കണത് പോയിട്ട് എൻ്റെന്നും കൂടി അവർക്ക് നഷ്ടപരിഹാരമായിട്ട് 1,00,000 കൊടുക്കണം എന്നാണ് പറയണേന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറയുന്നുണ്ട്, അതെന്ത് ന്യായമാണ്, അതെന്താ അങ്ങനെ ചെയ്തത്, നമ്മുടെ കയ്യിൽ നിന്ന് എന്തിനാ അവർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സീന് കഴിയാണ്. അതിനുശേഷം ശ്രീകാന്തിനെയും വർഷേനെയാണ് കാണിക്കുന്നത്. ശ്രീകാന്തിനോട് വർഷ എന്നെ എന്തായാലും ഡ്രോപ്പ് ചെയ്തേ പറ്റുള്ളൂ എന്ന നിർബന്ധപ്രകാരം വിടാനായിട്ട് വരികയായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ വീടിൻ്റെ കുറച്ച് മുമ്പായിട്ട് നിർത്തിയപ്പോൾ വർഷയ്ക്ക് ഒരേ വാശി, വീട്ടിൽ എങ്ങനെയെങ്കിലും ഇന്ന് കൊണ്ടുപോയേ പറ്റൂ എന്നുള്ളൊരു വാശി. അപ്പോൾ ശ്രീകാന്തിനോട് പറയാണ്, നീ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വാശി പിടിച്ചു. അപ്പോൾ ശ്രീകാന്ത്, ഇല്ല എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ എന്തായാലും കയറിയേ പറ്റുമോ, എന്തായാലും വരണം എന്നും പറഞ്ഞ് ശ്രീകാന്തിനെ വളരെ നിർബന്ധിച്ചിട്ട് വർഷയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ വർഷ ശ്രീകാന്തിനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവിടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ നോക്കുന്നുണ്ട്. വർഷയുടെ അമ്മയാണെങ്കിൽ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവളെന്താണ് ഒരു ആൺകുട്ടീനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നതെന്നുള്ള രീതിക്കൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ വർഷ ശ്രീകാന്തിനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ശ്രീകാന്ത് വർഷയുടെ അച്ഛനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. എനിക്കിവിടെ ഇദ്ദേഹത്തിന് എവിടെയോ പരിചയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുഖത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം ഇങ്ങനെ വർഷയുടെ അച്ഛൻ, വാ ഇരിക്കും മോനെ എന്നൊക്കെ പറഞ്ഞ് ഇരുത്തുന്നുണ്ട് കേട്ടോ. വർഷ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറ്റി കൊണ്ടുവരുമ്പോൾ ഇരിക്കും മോനെ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെ ഇരുത്തി. എന്നിട്ട് വർഷ പറയുന്നുണ്ട്, അമ്മ ഒരു കോഫി എടുക്കുക, ഇതെൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞ് അമ്മയോടും പറയുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് മുഖത്ത്. അങ്ങനെ ആ സമയം ശ്രീകാന്ത് വർഷയുടെ അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, എനിക്ക് അങ്കിളിനെ നല്ല പരിചയമുണ്ട്, അങ്കിള് അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിൽ എന്തോ വന്നിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്താ മോൻ്റെ അച്ഛൻ്റെ പേരെന്നൊക്കെ ചോദിക്കുമ്പോൾ രവീന്ദ്രൻ എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ രവീന്ദ്രൻ്റെ കാര്യമൊക്കെ അച്ഛന് മനസ്സിലാവണം, ആ രവീന്ദ്രൻ്റെ മകനാണ് ശ്രീകാന്ത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുകയാണ്. അപ്പോൾ ഒരു ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ശ്രീകാന്ത് ആണെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് നോക്കുകയാണ്. എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മാറാനായിട്ട് നോക്കുകയാണ്. വർഷേ, ഞാൻ എന്തായാലും പിന്നെ വരാം, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പിന്നെ വരുമ്പോൾ കോഫി കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ശേഷം വർഷ അച്ഛനോട് അമ്മയോട് സംസാരിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. എന്നിട്ട് അച്ഛൻ പറയുകയാണ്, മോളെ നീ ആ ഫ്രണ്ടിനെ അങ്ങ് മറന്നേക്കുക, അവരുടെ അച്ഛനായിട്ട് എനിക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വർഷ ചോദിക്കുക, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ കേസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയും, അതൊന്നും എനിക്കറിയണ്ട, അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളെ ഇത് ബാധിക്കുന്നില്ല, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങളായി, അങ്ങനെ എന്നെ അത് ബാധിക്കില്ല, ഞാൻ എന്തായാലും ശ്രീകാന്തിനോട് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുന്നൊക്കെ പറഞ്ഞ് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കേസെല്ലാം ജയിച്ച് രവീന്ദ്രൻ വീട്ടിലേക്ക് ചെന്ന് കയറുന്നതാണ് കാണിക്കുന്നത്. സന്തോഷത്തോടു കൂടി കാറിൽ നിന്നും സച്ചിയും രവീന്ദ്രനൊക്കെ ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് സച്ചി, രേവതി വേഗം വാ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അപ്പോഴേക്കും രേവതി ആരതിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ടാവും. എന്നിട്ട് നല്ല രീതിക്ക് നല്ല സന്തോഷത്തോടു കൂടി അച്ഛനെ ആരതിയെ കുഴിയാണ് ചെയ്യുന്നത്. ഈ സമയം ചന്ദ്രമതിയും ശ്രുതി എല്ലാവരും വരുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇപ്പോൾ ആരതിയൊക്കെ എന്ന്. അപ്പോൾ പറയും, അച്ഛനിങ്ങനെ കേസ് ജയിച്ച് അതിനാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ചന്ദ്രമതി ചോദിക്കും, ഇതെന്താണ്, യുദ്ധം കഴിഞ്ഞ് വിജയിച്ച് വരുന്നവരെ ആരതി ഒഴിയണ പോലെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിക്കൊക്കെ ചോദിക്കും. അപ്പോൾ ആ സച്ചി പറയും, ആവശ്യമുണ്ട്, കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണ്, അച്ഛൻ്റെ പെൻഷനൊക്കെ ഇനി കിട്ടുമല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആരതിയെ കുഴിഞ്ഞിങ്ങനെ കയറ്റുകയാണ് കേട്ടോ. ആ സമയത്ത് സച്ചി ഒരു പൂമാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കും, എന്തിനാണ് അത് പൂജാമുറിയിൽ ദൈവത്തിന് വെക്കേണ്ട മാലയൊക്കെ എന്നെ അണിയിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, അച്ഛനും എൻ്റെ ദൈവമല്ലേ, അച്ഛനല്ലേ ഈ വീട്ടിലത്തെ ദൈവം, അപ്പോൾ അച്ഛൻ എന്തായാലും അണിയണമെന്നും പറഞ്ഞ് അങ്ങനെ അണിഞ്ഞു കൊടുക്കുകയാണ്.
അങ്ങനെ സന്തോഷത്തോടു കൂടി അവരെല്ലാവരും അങ്ങനെ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഈ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. പൈസയുടെ കാര്യവും 1 ലക്ഷം നമുക്ക് നഷ്ടപരിഹാരമായിട്ട് തരണം എന്ന് പറഞ്ഞ കാര്യമൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് 1 ലക്ഷം രൂപയോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി ഒന്ന് ആക്കുന്ന രീതിക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് കാക്ക വന്ന് കൊത്തിക്കൊണ്ട് പോകുന്ന രീതിക്ക് എല്ലാവരും കൊത്തിയെടുക്കാനായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരാക്കുന്ന രീതിക്ക് ഇങ്ങനെ സച്ചി പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ഉടനെ പറയുകയാണ്, ഇവിടെ വന്ന് കയറിയിട്ടുള്ള നമ്മുടെ ശ്രുതി മോളുടെ അനുഗ്രഹം കൊണ്ടാണ്, അവളുടെ ഭാഗ്യം കൊണ്ടാണ് ഈ കേസ് ജയിക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഒന്ന് പൊക്കി പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയം രേവതിയുടെയും സച്ചിയുടെ മുഖമൊക്കെ ഒന്ന് മങ്ങുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ശ്രുതിനെയാണ് പൊക്കി പറയാൻ നോക്കുന്നത് കേട്ടോ. ആ സമയം രേവതി അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛമ്മേനെ വിളിച്ച് പറയണ്ടേ എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അച്ഛനാ ശരിയാണെന്നും പറഞ്ഞ് അച്ഛമ്മയെ വിളിക്കുകയാണ്. എന്നിട്ട് അമ്മയെ ഞാനിങ്ങനെ കേസ് ജയിച്ചു എന്നൊക്കെ പറയുമ്പോൾ അച്ഛമ്മയെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ പറയുന്നത് എല്ലാം കൊച്ചുമോളുടെ രേവതി മോളുടെ ഭാഗ്യം കൊണ്ടാണ് ഇതൊക്കെ നടന്നതെന്ന് പറഞ്ഞ് രേവതിയാണ് പൊക്കി പറയുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ സച്ചിയോട് സംസാരിക്കുകയാണ്, ആ മോനെ എന്തൊക്കെയുണ്ടടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് അങ്ങനെ പറയുന്നുണ്ട്, ഇനി എനിക്ക് അടുത്ത സന്തോഷം നിൻ്റെ നിന്ന് കിട്ടണം, വേഗം ഒരു കുഞ്ഞുണ്ടാവണം എന്നൊക്കെ പറഞ്ഞ രീതിക്ക് അങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ, കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.